എസ് കെ സജീഷ്, അതാണ് ഇൻഹറൻ്റായ, അതായത് അന്തർലീനമായ സ്വാഭാവികമായുള്ള ഒരു എന്താണ് പരാജയ സ്വഭാവം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിനുണ്ട്. ആ ആരോഗ്യരംഗത്തിൻ്റെ സർവ്വവിധ പരാജയത്തിൻ്റെയും മൂർത്തിമത് ഭാവമായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം പ്രത്യേകിച്ച്. അതിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമമാണത്രേ ഇവർ നടത്തുന്നത്. ആണോ ശ്രീ എസ് കെ സജീഷ്? അല്ല, ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണം എന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം സജേഷ് ഒന്ന് ക്ഷമിക്കണം, ഞാൻ ഇത് കേട്ടതിന് ശേഷം ഞാൻ സജേഷിലേക്ക് വരാം. പ്രതികരണം ഒന്ന് സമഗ്രമാകാനാണ്. സജേഷ് ഒന്ന് വഴങ്ങണം പ്ലീസ്. ദാദാ നോക്കൂ, കളക്ടറും മന്ത്രിയും പറഞ്ഞ വാക്കുകൾ കേട്ടതിന് ശേഷം. റിസൾട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല എങ്കിലും നടത്തിയ എല്ലാ പരിശോധനകളിലും ആ പേഷ്യൻറ്റിന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൺഫേം ആയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം അതിൻ്റെ പ്രസ് ബ്രീഫിംഗ് തന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. NIV പൂനെയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് സജേഷ്, അതായത് വൈകിട്ട് 5:15 മന്ത്രി നടത്തുന്ന 5 മണിക്ക് ശേഷം മന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് വന്ന കാര്യം അറിയുന്നില്ല. അത് കളക്ടർ വന്ന് തിരുത്തുകയാണ്, അല്ലെങ്കിൽ കളക്ടറിന് അത് പറയേണ്ടി വരുന്നു. ഇതാണ് ഏകോപനം സജീഷ്. ഇനി താങ്കൾക്ക് തുടരാം. അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം അതാണ്. ശ്രീ റജി എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അതിന് മറുപടി പറയേണ്ടത് എന്നതിൽ പോലും ആശങ്കയുണ്ട്. കാരണം അങ്ങേയറ്റം കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവരും ചേർന്നുകൊണ്ട് എങ്ങനെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ചത്, അതേ മാർഗം തുടരണം എന്ന അഭിപ്രായമേ ഞങ്ങൾക്കുള്ളൂ. ഇപ്പോൾ തന്നെ താങ്കളിവിടെ വിഷ്വൽ കാണിച്ചതുപോലെ മന്ത്രി പറയുന്നത് ഒന്ന്, കലക്ടർ പറയുന്നത് വേറെ ഒന്ന്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസൾട്ട് ഉച്ചയ്ക്ക് എത്തിയെന്ന് കൺഫേം ചെയ്തു എന്ന് കലക്ടർ പറയുമ്പോൾ 5:30 മണിയായിട്ടും 5:45 മന്ത്രിക്ക് അത് പറയാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏത് ലോകത്താണ് എന്ന് ചോദിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം ഇതൊന്നും കൈകാര്യം ചെയ്യാനല്ലേ അദ്ദേഹം ഈ ചുമതലയേറ്റത് എന്നത് സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിൽ ഉയരുന്ന ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നാം കാണേണ്ടത്, ഇവർ റജിയൊക്കെ വാചകമടിക്കുമ്പോൾ, നേരത്തെ ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിപ്പ എന്ന് പറയുന്ന വൈറസ് ലോകത്തിൻ്റെ മുന്നിൽ എങ്ങനെ തടയണമെന്ന് വ്യക്തമായ ഒരു പ്രോട്ടോക്കോൾ ഇല്ലാത്ത സമയത്ത്, ഒരു പ്രോട്ടോക്കോളും ഇല്ലാത്ത സമയത്താണ് ആ പ്രോട്ടോക്കോളും സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറുമെല്ലാം കേരളത്തിലുണ്ടാകുന്നത്. അതാണ് ഇപ്പോൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അതിനനുസരിച്ച് കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ ശ്രീ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ഇവിടുത്തെ പരിശോധനയിൽ പോസിറ്റീവാണെന്ന് നേരത്തെ അറിയാൻ കഴിഞ്ഞു എന്ന്. എങ്ങനെ പരിശോധിക്കാൻ വേണ്ടി കഴിഞ്ഞു? ഇത്തരം സാഹചര്യത്തെ നേരിടാൻ സജ്ജമാകുന്ന രീതിയിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. ആ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ആധികാരികമായി ഇന്ത്യയിലെ നിയമമനുസരിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ അത് ആധികാരികമായി പറയാൻ വേണ്ടി കഴിയൂ എന്നത് മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ തന്നെ കേരളത്തിൽ ഉടൻ തന്നെ നമ്മുടെ പരിശോധനയിൽ കണ്ടെത്തുകയും അതിലൂടെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനം കേരളത്തിലുണ്ടായിരുന്നു. അവിടെയാണ് പൂനെയിൽ നിന്ന് റിസൾട്ട് വന്നിട്ട് പോലും അത് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന അപകടകരമായ ഒരു സാഹചര്യത്തെ നാം നേരിട്ട് കാണേണ്ടി വരുന്നത് എന്നതാണ് പ്രശ്നം. പിന്നെ ശ്രീ റജിയോട് ഞാൻ ഈ രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകൾ വേണ്ട എന്ന് കരുതിയതാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. അതിനെ ഫലപ്രദമായി ജനങ്ങളോടൊപ്പം നിന്ന് കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുമെല്ലാം ഞങ്ങൾ പരിശ്രമിച്ചു കൊള്ളാം. ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. പരാജയം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, അതിനെ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിനും രാജ്യത്തിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രശസ്തി എന്താണ് എന്ന് ബോധ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുടനീളം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നതും ഒരു വലിയ കാര്യമാണ്. ഇപ്പോഴേതായാലും നിങ്ങൾക്ക് വോട്ട് ചെയ്ത എല്ലാവരും സംതൃപ്തരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളോട് മറ്റു മറുപടിയൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ അധികാരത്തിലേക്ക് എത്തിച്ച ആളുകൾ എല്ലാ വിഷയങ്ങളിലും സംതൃപ്തരാണ് എന്ന് നിങ്ങൾ കരുതി അഹങ്കാരത്തോടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ മറ്റൊന്നും പറയാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അതിനുവേണ്ടി അദ്ദേഹം ഏതായാലും ഈ വിഷയമല്ലാത്ത ചില വിഷയങ്ങൾ കൂടി എടുത്തിടുകയുണ്ടായി. ഞാനതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ
വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണ്, അവിടെ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനമാണ് നടത്തിയത് എന്നത് ഞങ്ങളുടെ ആക്ഷേപമായിരുന്നോ പ്രിയപ്പെട്ട സുഹൃത്തെ? അല്ലല്ലോ. VM സുധീരൻ്റെ ആക്ഷേപമായിരുന്നല്ലോ. അദ്ദേഹം KPCC പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹം പോലും അറിയാതെയാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടി ആ കരാർ അദാനിയുമായിട്ടുണ്ടാക്കുന്നത്. നിങ്ങളുടെ AICC അംഗീകരിച്ചിരുന്നു, സോണിയാഗാന്ധി അതിൽ തൃപ്തയായിരുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ടതില്ലേ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട്? എന്നിട്ട് ഇപ്പോൾ കാണുന്നത് എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് കൂടി എടുത്തിരിക്കുന്നു. എന്തിനാണ്? ചാർട്ടേഡ് ഫ്ലൈറ്റുമായിട്ട് മംഗലാപുരത്തേക്ക് പോയത്, അദാനിയുടെ പ്രസിഡന്റിനെ കണ്ടത്. മറുപടി പറയുമ്പോൾ മറുപടിയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലല്ലോ. മറുപടിയില്ലാതെ ശ്രീ ആര്യാടൻ്റെ ബന്ധുവിനെ കാണാനാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് പോയത് എന്ന് കേരളത്തോട് പറയുമ്പോൾ അത്രമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്തവരാണ് മലയാളികൾ എന്ന് നിങ്ങൾ കരുതുകയാണോ? ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് അങ്ങോട്ട് പോവുകയാണ് ആരെ? ബന്ധുവിനെ കാണാൻ. ഇതൊക്കെയാണ് നിങ്ങൾ ആ കാര്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങളിവിടെ ഉന്നയിച്ച മറ്റ് ഗെയിലായാലും മറ്റ് വിഷയങ്ങളെല്ലാം ആയാലും ആ വിഷയങ്ങളിലെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് പൂർത്തീകരിച്ചിട്ടുണ്ട്, ജനങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട്. അത് വേറെ വിഷയം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഏകോപനമാണുള്ളത്? നിങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ടോ? വയനാട്ടിൽ വെച്ച് മന്ത്രി ഒരു കണക്ക് പറയുന്നു. വയനാട്ടിൽ തന്നെ പറയുന്നത് ഷിഗല്ല ലക്ഷണമുള്ള 502 പേർ ഉണ്ട് എന്നാണ്. ഈ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്? എല്ലാ ജില്ലകളിലും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 12,000-ഓളം പ്രതിദിന പനി റിപ്പോർട്ട് ചെയ്യുന്ന അപകടകരമായ അന്തരീക്ഷത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നതിന് നിങ്ങളുടെ മുന്നിൽ സംവിധാനമുണ്ടോ? അതിന് നിങ്ങൾ വാവായില്ല, വെള്ളിയാഴ്ചയായില്ല, 4 വെള്ളിയാഴ്ചയായിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണോ? നിങ്ങൾക്ക് എത്ര വെള്ളിയാഴ്ചകൾ വേണ്ടിവരും ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ എന്നുകൂടി പറയേണ്ടതുണ്ട്. എന്നുകൂടി പറയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കും? നിങ്ങൾക്ക് മറ്റു പല പ്രവർത്തനങ്ങളും നടത്താൻ സമയമൊന്നും വേണ്ടി വന്നിട്ടില്ലല്ലോ. കേരളത്തിൽ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ 2000-ലധികം വരുന്ന ജീവനക്കാരെ NGO അസോസിയേഷൻ്റെ ലെറ്റർ പേഡിൽ കത്ത് കൊടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ഥലം മാറ്റാൻ വേണ്ടി, നിയമവിരുദ്ധമായി പ്രവർത്തനം നടത്താൻ വേണ്ടി സമയമൊന്നും വേണ്ടി വന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിനും ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയടിക്കാനും ഗവൺമെൻറ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട താമസം പോലും ഉണ്ടായിട്ടില്ലല്ലോ. അതിനു മുമ്പേ നിങ്ങൾ ചെയ്തില്ലേ?